വിവരാവകാശ പ്രവർത്തകൻ ശ്രീ സത്യൻ സത്യൻ കൂടി നമ്മുടെ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ സത്യൻ, ഇവിടെ പറഞ്ഞത് എന്താണ്? മാതൃകാപരമായിട്ടുള്ള നടപടി എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും ആവർത്തിക്കില്ലായിരുന്നു. നമ്മൾ ഈ മനഃപൂർവ്വമല്ല ഇതൊന്നും ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷേ അവിടെ ശ്രദ്ധ ചെലുത്തേണ്ട ആ സിസ്റ്റത്തിന്റെ ലാപ്സ് ചൂണ്ടിക്കാട്ടപ്പെടുക തന്നെ വേണം. കാരണം ഒരു മനുഷ്യന്റെ ജീവനാണ് അത്. ഇന്നിപ്പോൾ ഇവർക്ക് ന്യായീകരിക്കാൻ ഇത്രയും വർഷമൊക്കെ പോയല്ലോ, ഇനിയും അങ്ങനെ പൊയ്ക്കോളുമെന്ന്. മറ്റൊന്നെന്താണ്, ഓരോരുത്തരും മരണപ്പെടുകയാണ്. എത്രയെത്ര മരണങ്ങൾ കേരളത്തിൽ ഉണ്ടായി, എത്രയെത്ര പേർ ജീവിച്ച് മരിക്കുന്നു. അപ്പോൾ ഈ കണക്കുകളിലൊക്കെ ഒരു അറ്റൻഷൻ കിട്ടാതെ പോകുന്നത് അവരൊക്കെ പോരാടാൻ കഴിയാത്ത പാവങ്ങളാണ്. ഒരു നേരം തെരുവിലേക്ക് വന്ന്, ഇപ്പോൾ ഹർഷീന എത്ര നമ്മുടെ ഈ ഫ്ലോറിൽ ഉണ്ട്, കേൾക്കുന്നുണ്ട്. എത്ര നാളുകളായി ഹർഷീന ഇങ്ങനെ തെരുവിലിറങ്ങുന്നു, സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വന്നിറങ്ങുന്നു. അപ്പോൾ കൂടെ സഹായിക്കാനൊക്കെ ഒരു കൂട്ടം നല്ല മനുഷ്യർ കോഴിക്കോട്ടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പേർ നരകിക്കുന്നുണ്ട് സത്യൻ. അപ്പോൾ ഇതിനൊരു പോംവഴി എന്തു ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കളും ഈ പോരാട്ടങ്ങളൊക്കെ നടത്തിയ ഒരു വ്യക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് ഇത്തരത്തിലുള്ള ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി 14/9/2018 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു വിജിലൻസ് സെൽ രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് നൽകിയതാണ്. ഇന്ന് 2026 നാളെ ഇതുവരെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫയൽ വന്നിട്ടില്ല. 2023 ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തില് SP റാങ്കിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ വിജിലൻസ് സെല്ലിന്റെ തലവനായിട്ട് നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മിനിറ്റ്സ് ഉണ്ട്. ഇതായ മിനിറ്റ്സ് ആണ് എന്റെ കയ്യിരിക്കുന്നത്. പക്ഷേ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസില് 2024 6 മാസം ഫയൽ ചെന്നു. ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ഇപ്പോഴും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഹരികുമാറിന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോഴും കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ അറിയുന്നു. പിന്നെ എങ്ങനെ സിസ്റ്റം നേരെയാവുന്നു? മന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഫയൽ ഇരിക്കുക. അതിലെ മന്ത്രിയുടെ ഉത്തരവിനായി ഫയൽ. പരാതി എന്തൊക്കെയായിരുന്നു? ഗൗരവമേറിയ പരാതികളായിരുന്നോ? ഡോക്ടർമാർ, അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് നിയമം മൂലം നിരോധിച്ചതാണ്. നിയമം മൂലം നിരോധിച്ച ഈ സ്വകാര്യ പ്രാക്ടീസ് വീണ്ടും ഡോക്ടർമാരെ വീടുകളിൽ നടത്തുന്നതിനെതിരെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പരിശോധന നടത്തി ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി പോയപ്പോൾ അന്ന് ഇരുന്ന DME അവർ കുറ്റക്കാരല്ലാന്നും പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അന്ന് ഉണ്ടായിരുന്ന ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജീവ് സാനന്ദ് സാറാണ് വിജിലൻസ് സെല്ലിന് ശുപാർശ ചെയ്തുകൊണ്ട് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ ശുപാർശ ചെയ്ത് ഫയൽ അയച്ചത്. ആരോഗ്യവകുപ്പ് മന്ത്രി അംഗീകരിച്ച് മുഖ്യമന്ത്രിക്ക് ഫയൽ പോയി. മുഖ്യമന്ത്രി 14/9/2018 ഉത്തരവിട്ട അതാ മുഖ്യമന്ത്രി ഇട്ട ഓർഡറിന്റെ കോപ്പി അതാ കണ്ട. ഇപ്പോഴിതാ ഇരിപ്പുണ്ട്. ആ കമ്പ്യൂട്ടറിൽ നോക്കിയ ഫയൽ നോക്കിയാൽ അറിയാം. ഇപ്പോഴും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കയ്യിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇത്രയും വർഷം കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടായിരിക്കാം സത്യം? അത് ഈ ഡോക്ടർമാരെ സമ്മർദ്ദം അല്ലാതെ. അല്ലെങ്കിൽ സെക്രട്ടറിയും ഈ ഡോക്ടർമാര് സംഘടനയും തമ്മിലുള്ള ഒത്തുതീർപ്പായിരിക്കാം. അല്ലാതെ എന്താ നടക്കുന്ന? ഡോക്ടർമാർക്കെതിരെ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ ഒരു നടപടി എടുക്കുന്നുണ്ടല്ലോ. ആരോഗ്യവകുപ്പ് മന്ത്രി സസ്പെൻഡ് ചെയ്യുന്ന ഡോക്ടർമാരെ 1 മാസത്തിനകത്ത് വെച്ച് ഹെൽത്ത് സെക്രട്ടറി തന്നെ ഉത്തരവിട്ട് തിരിച്ചു കയറ്റേ. നരനാട് ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. നടുവൂര് പത്തനംതിട്ട ജില്ലയിലേക്ക് മാറ്റിയ ഡോക്ടർ 1 മാസം കൊണ്ടൊരു തുണ്ട് കടലാസിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി DHSന് നിർദ്ദേശം കൊടുത്ത് തിരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ കൊണ്ടുവന്നു. അതുപോലെ എത്രയോ കേസുകൾ. ഞാൻ ശ്രീ സത്യൻ, നമ്മളെല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല. നല്ല ഡോക്ടർമാർ, ഞാൻ വീണ്ടും ആ ചർച്ചയിൽ ഒരുപാട് ഡോക്ടർമാരുണ്ട്, അറിയാവുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട്. പക്ഷേ ചിലരുടെ ഈ ആർത്തി ഉണ്ടല്ലോ, പണക്കൊതി ഉണ്ടല്ലോ, ആ പണക്കൊതിയാണോ? കാരണം ഈ കാട്ടിക്കൂട്ടിയൊക്കെ ഈ വരുന്ന പാവങ്ങളെ കീറി മുറിച്ച് അവിടെ പാതി വഴിക്ക് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോവുകയാണ്. കാര്യം എന്താണ്? നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കീശ നിറച്ച് വീട്ടിലെ വരാന്തയിലൊക്കെ രോഗികൾ വന്ന് കാത്തു നിൽക്കും. അപ്പോൾ അവരെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വരുന്ന പാവപ്പെട്ട ആളുകൾ, കാരണം ഇവരുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, കീശയിൽ ഒന്നുമില്ലല്ലോ. കീശയിൽ ഒന്നുമില്ലെങ്കിൽ എന്താണ്? അവർക്ക് പിന്നാമ്പുറത്താണ്, അവർക്ക് പരിഗണന. ആ നിലയ്ക്കാണല്ലോ. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്ന ഡോക്ടർമാർ ഉണ്ടോ? ഈ സ്വകാര്യ പ്രാക്ടീസ് അനുവദനീയമല്ലാത്ത ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെയുള്ള അതിപ്പോഴും നടക്കുന്നുണ്ടോ? ഇപ്പോഴും 100% നടക്കുന്നുണ്ട്. ആരെ പേടിക്കാൻ? ആരും ചെയ്യുന്നില്ല. അവർക്ക് സംഘടനാ ബലമുണ്ട്. ഒരു ആവശ്യമില്ലാതെ ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത പിറ്റേന്ന് KGM സമരത്തിലാണ്. പിറ്റേന്ന് സമരമാണ്. പിന്നെ അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നൊരു സമരമാണ്. അവര് പറയുന്നത് പോലെ ചെയ്യാൻ നമ്മൾ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉണ്ട്. തെളിവുണ്ട് എന്റെ കയ്യിൽ. ശ്രീ സത്യൻ, 19/2/2026 അന്ന് KGMOയെ, അതായത് കഴിഞ്ഞ ദിവസമാണ് KGMOയെ ഇറക്കിയ ഒരു പ്രസ്താവനയാണ്.
ആ പ്രസ്താവന തലക്കെട്ട് തന്നെ ഇതാണ്. അതായത് നെടുമങ്ങാട് സംഭവമാണ്. നെടുമങ്ങാട് സംഭവത്തിൽ ഡോക്ടറെ കുറിച്ച് പരിശോധന വ്യക്തിപരമായി പോലും പരിശോധിച്ചപ്പോൾ അങ്ങേയറ്റം ഇവർ ഏതൊരു കച്ചവട സ്ഥാപനം പോലെയാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കശാപ്പ് സെന്ററിൽ കൊണ്ട് ഇരുത്താവുന്ന ഒരു ലേഡിയാണ്. ആ നിലയ്ക്കാണ് വരുന്ന ആളുകളിൽ നിന്നും പിഴിയുന്ന പരാതികളുടെ പൂരമാണ് ആ ആശുപത്രിയിലുള്ളത്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞങ്ങളുടെ ഫ്രട്ടേണിറ്റിയിലുള്ള ആളുകൾക്ക് പോലും അനുഭവം ഉണ്ടായിട്ടുണ്ട്, കൈക്കൂലിക്കാരിയാണ് എന്ന് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിലാണ് KGMO ഇറക്കിയ ഈ പ്രസ്താവനയുടെ പ്രസിദ്ധീകരണത്തിന് അതിൻ്റെ തലക്കെട്ടിങ്ങനെ നെടുമങ്ങാട് സംഭവം ആൾക്കൂട്ട വിചാരണയും ശിക്ഷാവിധിയും പരിഷ്കൃത സമൂഹത്തിന് അപമാനം. അതിലൊരു വഴി ഈ ഡോക്ടറെ വെള്ളപൂശുകയാണ്. ഒരു തരത്തിലും ഈ പറയുന്ന കൈക്കൂലി വാങ്ങുന്ന ഡോക്ടർ അല്ല എന്ന് ഇവരങ്ങ് തീർപ്പ് കൽപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഒന്നും കാണുന്നേ ഇല്ല. അവിടെ നിന്നും ഭീഷണി കണ്ണുരുട്ടുന്നു, അതിന് വഴങ്ങുന്ന ഒരു ആരോഗ്യവകുപ്പും. ആ നിലയ്ക്കാണോ ഈ പരാതികൾ തീർപ്പാക്കാതെ അനങ്ങാതെ പോകുന്നത്? സത്യനും അങ്ങനെയാണോ നേരിട്ട് മനസ്സിലാക്കിയത്? 100% ആരോഗ്യ വകുപ്പ് മന്ത്രി ശക്തമായ നടപടിക്ക് ശ്രമിക്കുമ്പോൾ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയാണ് തടയിടുന്നത്. ഫയലുകൾ പരിശോധിച്ചാൽ മനസ്സിലാവൂല്ലോ. എന്തിനാ പറയുന്നത്? എറണാകുളത്ത് VIP ഡ്യൂട്ടി ബഹിഷ്കരിച്ച ഡോക്ടർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ വേണ്ടി പോയ ഫയല് ആരോഗ്യ വകുപ്പ് മന്ത്രിയെ പോലും കാണിക്കാതെ ഹെൽത്ത് സെക്രട്ടറി ആ ഫയല് ക്ലോസ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ VIP ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ ആളാ ഡോക്ടറാ. ആ ഡോക്ടർക്കെതിരെ നടപടി എടുക്കണമെന്നും പറഞ്ഞ് മന്ത്രി എഴുതിയ ഫയല് മന്ത്രിയെ പോലും കാണിക്കാതെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ആ ഫയല് ക്ലോസ് ചെയ്തിരിക്കുക. ഇതെന്താ സിസ്റ്റം? ആരോഗ്യവകുപ്പ് മന്ത്രിയെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇത് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്.